മോസ്കോ വില്ലേജ് ലൈഫ്, റഷ്യൻ വില്ലേജ് ലൈഫ് നമ്മൾ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അടിപൊളിയായിരുന്നു. നിനക്ക് പേടിയുണ്ടെങ്കിൽ ആ കുതിര പേടിക്കും കേട്ടോ. നിന്റെ കൈക്ക് വിറയലില്ലേ, അത് വെള്ളം അടിക്കാത്തതിൻ്റെ ആയിരിക്കും അല്ലേ. നീ പിന്നെ ഇതിൻ്റെ ആവശ്യം നീ ഇത് ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ആദ്യത്തെ ട്രെയിനിങ് ആണോ? സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കാം. കുറച്ചോ കുക്കുംബർ, ഫ്രഷ് കുക്കുംബർ ഉണ്ടോ? ഡയറക്റ്റ് കഴുകുന്ന ആവശ്യമാണ്. ലൈഫ് അത് എടുക്കുന്ന സമയത്ത് തന്നെ കഴിയും. എന്നറിയോ, ലൈഫ് നമ്മൾ സെറ്റ് നമുക്ക്. പിന്നെ എന്നുള്ള ഇത് വേറെ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക്. മറ്റേ ഓർത്തെ അതാണ് പഠിക്കാൻ തീർന്നോ. മഞ്ജുത്തിൻ്റെ കൃഷിപ്പരിപാടി അല്ലേ. അതായത് കോളിഫ്ലവർ ഉണ്ടോടാ. ആ പിന്നെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. തക്കാളി പറിച്ചു പോയി. ആ അതെ, തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി ഉണ്ട്, തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ സാധനം കണ്ടേ, വാ ബീട്രൂട്ട്. കാണിച്ചേ പപ്പാന്ന് കാണിച്ച്, കറക്റ്റ് കാണിച്ച്. ഇതാണ് ബീട്രൂട്ട്. ഇതാ ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട് അല്ല, ഫ്രഷ് ബീട്രൂട്ട് ഉണ്ടോ? ചോറോടെ പറിച്ച് അത് ആയതാണോ നിങ്ങൾക്ക്? വിട്ടും മറ്റേ കടയല്ലേ. അടിപൊളി. ആ മതി, മറ്റേ പറ്റില്ല. ബൽഷോയ് അത് നിന്നാതാ മനുഷ്യ. ലൈഫല്ലേ. അത് ഞാൻ പറഞ്ഞേ അങ്ങനെയല്ലേ. ഇതൊരു സംഭവം ഐഡിയ കൊള്ളാം. കാരണം ബീട്രൂട്ട്, കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ കോളിഫ്ലവർ എല്ലാ പച്ചക്കറി ഉണ്ടാകുന്നുണ്ടല്ലോ. നമുക്കൊരു പണി ചെയ്താലോ. ഒരു ഇച്ചിരി സ്ഥലം അമ്മയ്ക്ക് പാട്ടത്തിന് കൊടുത്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആളൊന്ന് കൃഷി ചെയ്തിട്ട് ഓണത്തിനുള്ള വെയിറ്റുകൾ മൊത്തം ഉണ്ടാക്കിയാലോ. നടക്കുമോ? സംഭവം നിർത്തല്ലേ. ആ സമ്മർ സമയത്ത് കേട്ടോ പച്ചക്കറികളുടെ പാവയ്ക്കൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലേ. ഇവിടെ വളമുണ്ടേ, ഈ കുതിച്ചാണോ ഉള്ളുണ്ടേ. മണ്ണും മഞ്ചത്തെ നമ്മുടെ പരിപാടിയിൽ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു സംഭവം? എന്നാ രാവിലെ പോലും എന്താ മോസ്കോ വില്ലേജ് ലൈഫ്, റഷ്യൻ വില്ലേജ് ലൈഫ് നമ്മൾ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അടിപൊളിയായിരുന്നു. നിന്റെ പേര് മാറിയില്ല. പട്ടി അല്ല, പട്ടി പേടിയല്ലോ. പട്ടി അല്ലേ, പട്ടി അടുത്ത് വരുമ്പോൾ ഉള്ള അത് മാറിയില്ല. ഇപ്പോൾ കുറച്ച് അതെ. പിന്നെ എന്തായാലും നീ ഫിസിക്കലായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തു. അത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അല്ലേ, എക്സ്പീരിയൻസ്. ആയിക്കോട്ടെ.